ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ദൂരത്തിൽ പെരിയാർ ടൈഗർ റിസർവിൽ ഒരു വലിയ മലമുകളിൽ ഏതാണ്ട് 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം. കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. ശ്രീകോവിലിന്റെ ഭാഗങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗങ്ങൾ പോലും തകർന്ന നിലയിലാണ് ട്ടോ ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ ക്ഷേത്രം പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും കൈകളിലായിരുന്നു. 1980കളിൽ ഇങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടെന്നറിഞ്ഞ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെ ഇത് തർക്കപ്രദേശമായി മാറി. പിന്നീട് ചിത്രപൗർണമി ദിവസം ക്ഷേത്രങ്ങളിലൊന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്കായി അനുവാദം കൊടുത്തു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പൂജ. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. മേടമാസത്തിലെ ചിത്രപൗർണമി നാളിലാണ് ഈ ക്ഷേത്രം തുറക്കുന്നത്. വർഷത്തിൽ ഒരു ദിവസം മാത്രം. ആ ഒരൊറ്റ ദിവസം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഈ കാട്ടിലൂടെ വന്യജീവികൾ വസിക്കുന്ന ഈ കാട്ടിലൂടെയുള്ള യാത്ര അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്താൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് കേരളത്തിലൂടെയുള്ള വഴിയും മറ്റൊന്ന് തമിഴ്നാട്ടിലൂടെയുള്ള വഴിയും. തമിഴ്നാട്ടിലൂടെയുള്ള യാത്രക്കാർക്ക് നടന്നു മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. റോഡ് ഗതാഗതം ഇല്ല. റോഡ് ഗതാഗതമുള്ളത് കുമളിയിൽ നിന്നുമാണ്. കുമളി സ്റ്റാൻഡിൽ നിന്നും വെളുപ്പിന് 6 മണിക്ക് ജീപ്പ് യാത്ര തുടങ്ങും. 6 മണിക്ക് മാത്രമേ നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. കൂടുതൽ ആളുകളും ജീപ്പിനെയാണ് ആശ്രയിക്കുന്നത്. കാരണം 14-18 കിലോമീറ്ററോളം നടക്കണം. നമ്മൾ ഈ കുന്നും മലയും കാടുമൊക്കെ താണ്ടി നടക്കണം. അത് നടക്കാൻ തയ്യാറുള്ളവർ നടന്നു വരും. ഇല്ലാത്തവർക്ക് ജീപ്പിനെ ആശ്രയിച്ച് ജീപ്പിന് പോകാം. നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഒരു 3-4 കിലോമീറ്ററോളം ഇടവിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെയുണ്ടാകും. കാരണം ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ഒരു ശ്രദ്ധ എല്ലാ യാത്രക്കാരിലും ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഒന്നും തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുക. പ്ലാസ്റ്റിക് കുപ്പികൾ തന്നെയല്ല, നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനവും അതിൻ്റെ പ്ലാസ്റ്റിക് കവറുകളാണെന്നുണ്ടെങ്കിൽ ആ കവറുകൾ പുറത്ത് ഉപേക്ഷിച്ചതിന് ശേഷം ഇങ്ങോട്ട് കയറുന്നതിന് മുന്നായിട്ട് തന്നെ അതൊരു പേപ്പറിൽ പൊതിഞ്ഞ് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. ഇല്ലെങ്കിൽ പിഴ ഉറപ്പാണ്. അതേപോലെ തന്നെ മദ്യപിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മദ്യപിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഒരാളും വരാൻ നിൽക്കേണ്ട. പുറത്ത് വെച്ച് തന്നെ നമ്മൾ ആദ്യം കയറുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ മദ്യക്കുപ്പി ഉണ്ടെങ്കിലും മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ആ വഴി സ്മെല്ലുണ്ടെങ്കിലും ഈ വശത്തേക്ക് കയറ്റി വിടുന്നതല്ല. അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും കരുതിയതിന് ശേഷം അതിരാവിലെ തന്നെ 6 മണിക്കാണ് ഓപ്പണിംഗ്. ഈ 6 മണിക്ക് തന്നെ കയറാൻ ശ്രമിക്കുക. 6 മണിക്ക് കയറിയാൽ തിരികെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ നമുക്ക് താഴേക്ക് എത്താൻ സാധിക്കും. ജീപ്പിനാണ് പോകുന്നതെങ്കിൽ ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ ചാർജ് ഈടാക്കുന്നത്. അത് ഒരു വശത്തേക്ക് മാത്രമാണ്. തിരിച്ചു പോരുമ്പോൾ 150 രൂപയും കൂടി കൊടുത്താൽ തിരിച്ചും നമുക്ക് ജീപ്പിന് പോരാടും. നടന്നു കയറുമ്പോഴും ജീപ്പിന് പോകുമ്പോഴും ഒരേ ഒരു വഴി തന്നെയാണ് കേട്ടോ. പക്ഷേ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ഇതേപോലുള്ള ഓരോ കുന്നിൻ ചെരിവുകൾ കാണാൻ സാധിക്കും കേട്ടോ. വലിയ കുന്നുകൾ. ആ കുന്നുകളുടെ കയറി അതിൻ്റെ സൈഡിലൂടെ കയറി പോകുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. അങ്ങകലെ നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന മലനിരകളും ഇതിലൂടെ കയറുമ്പോഴുള്ള ആ തണുത്ത കാറ്റും നല്ല തണുത്ത കാറ്റ് തന്നെയാണ് കേട്ടോ ഈ സമയത്തുള്ളത്. കാരണം എന്താണെന്നറിയോ? ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട് ഇവിടെ. മഴ പെയ്തത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം പച്ചപ്പും ഇവിടെ ഇപ്പോൾ ഉള്ളത്. മംഗളാദേവി ക്ഷേത്രം തുറക്കുന്നത് മേടമാസത്തിലായതുകൊണ്ട് തന്നെ നല്ല വേനൽ സമയമാണ്. അതുകൊണ്ട് തന്നെ വേനൽ മഴ കിട്ടിയാൽ മാത്രമേ ഇതേപോലുള്ള പച്ചപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഉണങ്ങിയ ഒരു കാലാവസ്ഥയായിരിക്കുള്ളൂ.
താഴെ നിന്ന് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം ഇടവിട്ട് ഇതേപോലെ കുടിവെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വലിയ ടാങ്കുകളിൽ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. മനുഷ്യവാസമില്ലാത്ത കൊടുങ്കാടിനുള്ളിലായുള്ള ഈ ക്ഷേത്രം നാശാവസ്ഥയിലായതിനെ സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നും തന്നെയില്ല. പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിലെത്തി എന്ന ഐതിഹ്യത്തിലാണ് ഈ ക്ഷേത്രം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. പിന്നീട് കണ്ണകി ഇവിടെ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും കരുതപ്പെടുന്നുണ്ട്. പുരാതന ചേര ശൈലിയിൽ ശിലാപാളികൾ അടുക്കി വെച്ചുള്ള നിർമ്മാണ രീതിയാണ് കാണാൻ സാധിക്കുന്നത്. കാവേരി പൂപ്പരപ്പിലെ ധനികന്മാരുടെ മക്കളായ കണ്ണകിയുടെയും കോവലന്റെയും വിവാഹം നടക്കുന്നു. അവരങ്ങനെ സുഖമായി ജീവിച്ചു പോകുമ്പോഴാണ് കൊട്ടാരത്തിലെ നർത്തകിയും സുന്ദരിയുമായ മാധവിയിൽ കോവലൻ ആകൃഷ്ടനാകുന്നത്. ക്രമേണ കണ്ണകിയിൽ നിന്നും കോവലൻ മാധവിയിലേക്ക് അടുക്കുന്നു. കണ്ണകിയെ മറന്ന് തൻ്റെ സ്വത്തുക്കളെല്ലാം മാധവിക്ക് കൊടുക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ കോവലൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി മാധവിയിൽ നിന്നും വീണ്ടും കണ്ണകിയുടെ അടുത്തേക്ക് എത്തുന്നു. കോവലനെ കണ്ണകി സ്വീകരിക്കുന്നു. കണ്ണകിയുടെ മഹത്വം മനസ്സിലാക്കിയ കോവലൻ മാപ്പപേക്ഷിക്കുകയും എല്ലാം നഷ്ടപ്പെട്ടു പോയ കോവലന് തൻ്റെ കയ്യിലുള്ള ചിലമ്പ് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് വിറ്റ് വ്യാപാരം തുടങ്ങാൻ വേണ്ടി മധുരയിലേക്ക് പോകുന്നു. കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച കോവലനെ രാജകൊട്ടാരത്തിലെ പെരുന്തട്ടാൻ ചതിക്കുന്നു. അയാൾ കട്ടെടുത്ത മഹാറാണിയുടെ ചിലമ്പിനോട് സാദൃശ്യമുള്ളതായിരുന്നു കണ്ണകിയുടെ ചിലമ്പ്. ഈ ചിലമ്പുകൾ തമ്മിൽ ഒരേയൊരു വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. കണ്ണകിയുടെ ചിലമ്പിൽ രത്നങ്ങളും രാജ്ഞിയുടെ ചിലമ്പിൽ പരൽമുത്തുകളുമായിരുന്നു. സത്യമെന്തെന്നറിയാതെ രാജാവ് കോവലനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു. ഇതറിഞ്ഞ കണ്ണകി തൻ്റെ ചിലമ്പാണ് കോവലൻ വിൽക്കാൻ ശ്രമിച്ചത് എന്ന് പറയുന്നു. അത് തെളിയിക്കാനായി തൻ്റെ കാലിൽ കിടന്നിരുന്ന ചിലമ്പെടുത്തെറിയുകയും ആ ചിലമ്പിൽ നിന്നും മാണിക്യം തെറിച്ചു വീഴുകയും ചെയ്യും. ഇത് കണ്ടുനിന്ന രാജാവും രാജ്ഞിയും മനംനൊന്ത് അപ്പോൾ തന്നെ മരിക്കുന്നു. എന്നിട്ടും കലിയടങ്ങാതെ കണ്ണകി കൊട്ടാരത്തിന് വെളിയിൽ വന്നു തൻ്റെ ഇടത്തെ മാറിടം പറിച്ച് മധുരാനഗരത്തിന് മേലെ എറിഞ്ഞു. മധുരാനഗരം വെന്ത് വെണ്ണീറാവട്ടെ എന്ന് ശപിച്ചു. കോപമടങ്ങിയ കണ്ണകി ഇവിടെ വന്ന് സ്വർഗാരോഹണം പൂകി എന്നാണ് വിശ്വാസം. 2 പ്രധാന ക്ഷേത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൊന്നിൽ ശിവഭഗവാനും മറ്റൊന്നിൽ മംഗളാദേവിയെയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ 2 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള പൂജാരിമാരും മറ്റ് ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാരിമാരുമാണ് പൂജിക്കുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന ചിത്ര പൗർണമി നാളിലെ ഉത്സവം. ഈ ഉത്സവത്തിന് ആനയും അമ്പാടിയും താളവും മേളവും ഒന്നും തന്നെയില്ല.